കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ നാളത്തെ പ്രൊമോ വിശേഷം നമ്മൾ കാണുന്ന പിങ്കിയും നന്ദയും കൂടെ ഒന്നിക്കുകയാണ്. അഭിരാമി ആരാണ്, ഗൗതത്തിന്റെ രഹസ്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർ രണ്ടുപേരും കൈ കോർക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കണ്ടു. അങ്ങനെ നന്ദ ഒരു കാര്യം മാത്രം ഗൗതത്തിനോട് ആവശ്യപ്പെട്ടുള്ളൂ. കാരണം കോളേജിലെ ടോപ്പർ നന്ദയാന്നറിഞ്ഞ് നന്ദയ്ക്ക് അവാർഡൊക്കെ കിട്ടാൻ പോകണമെന്ന് ഗൗതം അറിയാണ്. അപ്പൊ സമ്മാനമായിട്ട് എന്ത് വേണമെന്ന് ചോദിച്ചു. സമ്മാനമായിട്ട് തനിക്കൊന്നും വേണ്ട, തനിക്ക് വേണ്ട ഒരു കാര്യം മാത്രമാണ്, ഒരു ഇൻഫർമേഷൻ മാത്രം കിട്ടിയാൽ മതി എന്ന് പറയാം. എന്താന്ന് ചോദിക്കുമ്പോ ഈ അഭിരാമി ആരാന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഗൗതം ഒരു നിമിഷം ഞെട്ടിധരിച്ച് നിൽക്കുക. അഭിരാമി ആരാന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇവളത് അംഗീകരിക്കാൻ പോകുന്നില്ല. ഒരു പോലീസുകാരന്റെ മോളാ ഇവള്. അവൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അവളെപ്പോലെ ഒരു തീവ്രവാദിനെ താൻ എന്തിനാ സംരക്ഷിക്കുന്നതിന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അതുകൊണ്ട് വേണ്ട, ആ രഹസ്യം ഇവളുടെ വായന ഞാൻ ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടത്തിലേക്കേ ചെന്ന് കലാശിക്കുള്ളൂ. താൻ അഭിരാമിക്ക് വാക്ക് കൊടുത്താണ്, ഒരിക്കലും അവളെ ചതിച്ചുകൂടാ. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, ഈ കാര്യമാണ് നിനക്ക് അറിയണ്ടേ, ഇതാണ് നിനക്ക് വേണ്ട സമ്മാനം എന്ന് പറയാം. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറ, ആരാ അഭിരാമിന്ന് ചോദിക്കാം. ഗൗതം പെട്ടെന്ന് പറഞ്ഞു, അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ നീ അറിയണ്ടെന്ന് പറയാം. ഇത് കേട്ടെന്ന് നന്ദ പറഞ്ഞു, അതെന്താ ഗൗതം സാർ ഞാൻ അറിയണ്ടാത്തെ? ഞാൻ പറഞ്ഞല്ലോ, അതെന്റെ ഒഫീഷ്യൽ കാര്യങ്ങളാ. ആ കാര്യങ്ങളെ കുറിച്ചൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല എന്ന് പറയാം. വേറെ എന്ത് വേണം നീ ചോദിച്ചോ, ഞാൻ തരാന്ന് പറയാം. ഇത് കേട്ടതും നന്ദ പറഞ്ഞു, എനിക്ക് വേറെ ഒരു കാര്യത്തിന്റെ ആവശ്യമില്ല. അറിയാലോ, എനിക്ക് സ്വർണത്തോടോ അല്ലെങ്കിൽ ഡ്രസ്സിനോടോ ഒന്നിനോടും താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ സമ്മാനങ്ങളും വേണ്ട. എനിക്കിപ്പം ഞാൻ ആവശ്യപ്പെട്ട കാര്യം ഇതാണ്. ഇത് ഗൗതം സാറിന് തരാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കാം. പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിക്കാം. ഗൗതം പറഞ്ഞു, ഇതല്ലാതെ വേറെ എന്ത് വേണം ചോദിച്ചോ, ഇത് പറയാൻ പറ്റില്ലെന്ന് പറയണം. നന്ദയ്ക്ക് ആ പാട്ട് ടെൻഷനായി. നന്ദ പറഞ്ഞു, ഓഹോ, അപ്പൊ എന്നിൽ നിന്നെല്ലാം മറച്ചു വെക്കുമല്ലേ? ഞാനൊരു പോലീസുകാരന്റെ മോളാ, എനിക്കറിയാം സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ മറച്ചു വെക്കണം എന്നൊക്കെ. എന്നോട് പറഞ്ഞ ഗൗതം സാറിന് എന്താ കുഴപ്പമിരിക്കുന്നത്? ഗൗതം സാറിനെ കെട്ടിയ താലിയല്ലേ എന്റെ കഴുത്തെ കിടക്കണേ, അപ്പൊ എന്നോട് മറച്ചു വെക്കേണ്ട ആവശ്യം എന്താ? ഞാൻ ഭാര്യയല്ലേ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞല്ലോ നന്ദ, ഇതല്ലാതെ വേറെ നീ എന്ത് വേണോ ആവശ്യപ്പെട്ടോ, തൽക്കാലം ഇത് നിന്നോട് എനിക്ക് പറയാൻ സാധ്യതയില്ലെന്ന് പറയാം. ഓ, അപ്പൊ അങ്ങനെയാണല്ലേ. അപ്പൊ ഗൗതം സാറ് അഭിരാമിനെ കാണാനായിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കണേ. അഭിരാമി ആരാന്ന് ചോദിച്ചിട്ട് പറയണ പോലുമില്ല. കുറച്ചു ദിവസം കാടൻകുലിയിൽ ഉണ്ടായിരുന്നല്ലോ. കാടൻകുലിയിൽ നിന്ന് വന്നതിന് ശേഷം അവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ട് പോലുമില്ല. അതെന്തുകൊണ്ടാ സാർ അങ്ങനെ ചെയ്തേന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ ഞാൻ സാറിന് എന്താ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ. എന്താ സാറിന്റെ പേഴ്സണൽ കാര്യങ്ങൾ അഭിരാമി ആയിട്ടുള്ളതാണോ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, ഇതെന്താ ഒരു കാര്യം മുമ്പ് നിന്നോട് ഞാൻ പറഞ്ഞു, ഇതിനെക്കുറിച്ച് എനിക്ക് തൽക്കാലം സംസാരിക്കാനായിട്ട് താല്പര്യമില്ലെന്ന്. ഓ, അങ്ങനെയാണല്ലേ. അപ്പൊ ഞാൻ സാറിന് ആരുമല്ലേ, വേണ്ട, എന്നോടൊന്നും പറയണ്ട. സാറിന്റെ ഇഷ്ടം പോലെ എന്താ ചെയ്തോ. ഇനി ഈ നന്ദ ഈ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് ഒരിക്കലും ഗൗതം സാറിനെ ശല്യം ചെയ്യാൻ വരത്തില്ലെന്ന് പറയാം. ഈ സമയം ഗൗതം പറഞ്ഞു, ദേ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. പിന്നീട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്, ബാത്റൂമിലേക്ക് അങ്ങോട്ട് പോവാണ്. ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ല, നന്ദ പുറത്തേക്ക് വരാണ്. അപ്പോഴാണ് പിങ്കി നിൽക്കുന്നുണ്ട്. പിങ്കി വെച്ച്, എന്താ നന്ദ, അഭിരാമി ആരാന്ന് പറഞ്ഞു എന്ന് ചോദിക്കാം. ഇത് കേട്ട നന്ദയുടെ മുഖം ഒന്ന് വാടി. നന്ദ പറഞ്ഞില്ല എന്ന് പറയണം. ഞാൻ ചോദിച്ച ഗൗതത്തിനോട് ഗൗതം അത് പറയാൻ കൂട്ടാക്കില്ല. അതിനർത്ഥം എന്തോ ഒരു കാര്യമുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ. അതെന്താന്ന് കണ്ടുപിടിക്കണമെന്ന് പറയാം. ഈ സമയത്ത് നന്ദ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കാര്യം ചെയ്യാം, ഗൗതത്തിന്റെ ഫോൺ എടുത്തോണ്ട് വാ. ഗൗതത്തിന്റെ ഫോൺ എടുത്തോണ്ട് വന്നിട്ട് അതിനകത്ത് അഭിരാമിയുടെ നമ്പർ കാണും. ആ നമ്പർ എടുത്തിട്ട് എന്റെ ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാന്ന് പറയാം. ഇത് കേട്ട നന്ദയ്ക്ക് തോന്നി, ശരിയാ, അതൊരു നല്ല കാര്യമാണ്. അപ്പം വിളിക്കുവാണെങ്കിൽ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമായിരിക്കും, ആരാ എന്താ എങ്ങനെയാന്നൊക്കെ. അങ്ങനെ എന്ത് ചെയ്യുക, നന്ദ നേരെ അകത്തേക്ക് ചെല്ലുവാണ്. അകത്തേക്ക് ചെന്ന് ഫോൺ എടുത്തോണ്ട് ഗോവിന്ദന് ഫോൺ എടുത്തോണ്ട് വന്നു. പിന്നീട് അതിനകത്തുനിന്ന് നമ്പർ എടുക്കുവാണ്. നമ്പർ എടുത്തിട്ട് പിങ്കിയിലേക്ക് ആ ഫോൺ കൊടുത്തു. പിങ്കി ആ രണ്ട് ഫോണും വെച്ച് മറ്റേ ഫോണിലേക്ക് നമ്പർ അടിച്ചുകൊണ്ടിരിക്കുക, പിങ്കിയുടെ ഫോണിലേക്ക്. ആ സമയത്താണ് അർജുന്റെ വരവ്. അർജുൻ നോക്കിയപ്പോ പിങ്കിയും നന്ദയും കൂടെ നിൽക്കുന്നു. എന്താ രണ്ടുപേരും കൂടെ ഇവിടെ ഇങ്ങനെ നിൽക്കണേ? ഇത് കേട്ടപ്പം പിങ്കി, ഒന്നുമില്ലാന്ന് പറയണ. എന്തോ ഉണ്ടല്ലോ, എന്താ പിങ്കി നിന്റെ രണ്ട് ഫോൺ ഇരിക്കുന്നതെന്ന് ചോദിക്കുക. അല്ല, അത് പിന്നെ പെട്ടെന്ന് നന്ദ പറഞ്ഞു, അത് ഗൗതം സാറിന്റെ ഫോണാന്ന് പറയും. ഓഹോ, ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും അല്ലേ, അഭിരാമി ആരാന്നറിയാൻ വേണ്ടിയിട്ട് അഭിരാമിയുടെ നമ്പർ എടുക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കുക. പെട്ടെന്ന് നന്ദയോട് ചോദിച്ചു. നന്ദയ്ക്ക് എന്നെ ഒട്ടും ബോധമില്ല. ഞാനോർത്ത് നന്ദയുടെ അടുത്തേക്ക് ഇച്ചിരിയെങ്കിലും ബോധം ഉണ്ടായിരിക്കുമെന്ന് ഓർത്തെ. അത് ചിലപ്പോൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അവരുടെ നമ്പർ എടുത്ത് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ലെന്ന് പറയാം. നന്ദ പറഞ്ഞു, അർജുൻ ഞാൻ കൂടെ അല്ലെന്ന് നന്ദയെടുത്ത് പറയണ്ട. ഈ പിങ്കിയുടെ കൂടെ ചേർന്ന് നന്ദയെടുത്ത് ഇങ്ങനെ തരം താഴില്ലെന്ന് പറയാം. പെട്ടെന്ന് നന്ദയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അർജുൻ പറഞ്ഞു, അങ്ങനെ ആ നമ്പർ എടുത്ത് വിളിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മളോട് പറയാനുള്ള കാര്യങ്ങളാണെങ്കിൽ അർജുനേട്ടൻ പറയൂല്ലോ. പിന്നെ നന്ദയെടുത്തേക്ക് എന്നാ ഗൗതമേട്ടൻ സംശയം ഉണ്ടോന്ന് ചോദിക്കുക. പെട്ടെന്ന്
നന്ദ പറഞ്ഞു സംശയം ഉണ്ടായി, എനിക്കറിയാം. സംശയം ഉണ്ടല്ലേ, ഉള്ളതുകൊണ്ടല്ലേ നന്ദടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ. ഒരിക്കലും അത് പാടില്ല എന്ന് പറയാ. പക്ഷെ നന്ദയ്ക്ക് വല്ലാത്ത വിഷമമായി. ഈ സമയം പിങ്കി പറഞ്ഞു, അല്ല അർജുൻ എന്താ ആ നമ്പർ എടുത്ത് വിളിച്ചെന്നോർത്ത് എന്താ കുഴപ്പമിരിക്കണമെന്ന് ചോദിക്കുക. അതെ, നീ കൂടുതൽ ഈ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അവര് തീർത്തോളും. നീ അതിന്റെ ഇടയ്ക്കേക്ക് കയറിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് കൂടുതൽ ആളി കത്തിക്കാൻ നോക്കണ്ടെന്ന് പറയണം. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, ഞാനൊന്നിനും പോണമെന്നില്ല. അല്ല അഭിരാമി ആരാന്ന് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ടാ. നന്ദയുടെ വിഷമം കണ്ടോ? ഓഹോ, നന്ദയുടെ വിഷമം കണ്ടാ നിനക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരുമല്ലേ പിങ്കിന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഞാൻ പറയുന്നത് കൂടെ അനുസരിച്ചാൽ മതി. നന്ദയുടെ കൊണ്ടേ ഫോൺ വെക്ക്. ഇത് ഗൗതമേണ്ണ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ എന്ത് മോശക്കേടാണെന്നറിയാവോ. പിന്നീട് നന്ദ ഫോണും മേടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം പിങ്കിക്ക് നല്ല ദേഷ്യം വന്നു. അർജുന് വരാൻ കണ്ട സമയം. അർജുൻ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ആ നമ്പർ എടുത്ത് വിളിക്കായിരുന്നു. ആ നമ്പറാണെങ്കിൽ ഫുള്ള് കിട്ടിയില്ല. ആകെപ്പാടെ പ്രശ്നമായി. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതിരിക്കുക. പിന്നീട് നന്ദ മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗൗതം കുളി കഴിഞ്ഞിട്ട് വന്നു. കുളി കഴിഞ്ഞിട്ട് വന്ന് നന്ദ വെച്ച് ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. വേണ്ടാന്ന് പറയാ. അതെ എനിക്ക് പോണം, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങുവാന്ന് പറയാം. ഇറങ്ങുവാണോ? അത് ശരിയാവത്തില്ല. പറഞ്ഞല്ലോ എന്റെ ഫംഗ്ഷൻ ഉണ്ട്, അവാർഡ് ചടങ്ങുണ്ട്, അതിന് വരണമെന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ നന്ദ, ഞാൻ അതിനേക്കാളും വലിയൊരു കാര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുക. എന്ത് കാര്യം? എന്നെക്കാളും വലിയ, ഈ കുടുംബത്തിനേക്കാളും വലിയ എന്ത് കാര്യമാണ് ഗൗതം സാറിന് ഇപ്പോൾ ഉള്ളത്? ഗൗതം സാറിന് ഇപ്പൊ പോകാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പം നന്ദയോട് പറഞ്ഞു, നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല, ഞാൻ പോകുന്നു പറയാം. ഓഹോ, അഭിരാമിയുടെ അടുത്തേക്കായിരിക്കും പോകുന്നില്ലേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, അവാർഡ് ചടങ്ങിൽ വന്നില്ലെങ്കിൽ ഈ നന്ദയുടെ സ്വഭാവം മാറുമെന്ന് പറയാം. ഗൗതം എന്തിയാണ് നന്ദയുടെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഇറങ്ങി പോവാ. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെന്നപ്പോഴും അരുന്ധതി അവിടെ ഇരിക്കുന്നുണ്ട്. അരുന്ധതി ചോദിച്ചു, നീ എങ്ങോട്ടാ ഗൗതം പോണേന്ന് ചോദിക്കാം. എനിക്ക് അത്യാവശ്യമായിട്ട് പോണെന്ന് പറയാം. ആഹാ, അത് കൊള്ളാലോ. അതെ, നന്ദയുടെ അവാർഡ് ദാന ചടങ്ങിനെ കുറിച്ചൊക്കെ നിനക്കറിയാമല്ലേ, പിന്നെ നീ എങ്ങോട്ടാ ഈ ഓടി ഇറങ്ങി പോണേന്ന് ചോദിക്കാം. അത് വല്യമ്മേ, അത് നാളെയല്ലേ, സമയമുണ്ടല്ലോ, ആ സമയത്ത് ഞാൻ വന്നോളൂ എന്ന് പറയാം. നീ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും നിന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. നിന്നെ കണ്ടില്ല, പിന്നെ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ഇവിടെ ഇരിക്കുമെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, എനിക്ക് പോകേണ്ട കാര്യം ഉണ്ടാകാനോടല്ലേ പോണേ, ചില ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാ പോണേ. അതിപ്പോ എല്ലാവരും തുറന്നു പറയാൻ പറ്റുന്നതല്ലെന്ന് പറയാം എന്നും പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോവാ. ഈ സമയം ലക്ഷ്മി അങ്ങോട്ട് വന്ന്. ലക്ഷ്മി നോക്കി വന്നപ്പോഴത്തേനും ഗൗതം അങ്ങോട്ട് ഇറങ്ങി പോകുന്ന കണ്ടേ. പെട്ടെന്ന് അരുന്ധതി പറഞ്ഞു, നിന്റെ മോനുണ്ടല്ലോ, അത് കണ്ടല്ലേ, അവന്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവനിപ്പം വീടോ വീട്ടുകാരോ ഒന്നും വേണ്ട, അവന് ജോലിയാണ് പ്രധാനം എന്ന് പറയാം. ലക്ഷ്മിയമ്മ മുഖം അങ്ങോട്ട് മാറി. ഈ സമയം നന്ദ അങ്ങോട്ട് ഇറങ്ങി വന്നു. നന്ദേനെ കണ്ടു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ ചോദിച്ചു, അല്ല മോളെ, അവൻ എന്ത് പറഞ്ഞിട്ടാ പോയെന്ന് ചോദിക്കുക. എനിക്കറിയത്തില്ലമ്മേ, എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറയാം. പ്രത്യേകിച്ച് അല്ല മോള് പറഞ്ഞില്ലേ, അവാർഡ് ദാന ചടങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു, പക്ഷെ പറഞ്ഞിട്ടൊന്ന് കേൾക്കണ്ടേ, വരൂന്നൊക്കെ പറഞ്ഞു. ആർക്കറിയാം, വന്നില്ലേ കണ്ടോ, ഈ നന്ദ ഒരു തീരുമാനം എടുക്കുമെന്ന് പറയാം. ഇതോടെ കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മയ്ക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നി. പിന്നീട് പിങ്കി അവിടെ ഇരിക്കുന്ന സമയത്താണ് പിങ്കിയുടെ ഫോണിലേക്ക് പുഷ്പന്റെ കോള് വരുന്നത്. പുഷ്പേട്ടനാണല്ലോ, ഇതെന്താ പതിവില്ലാതെ വിളിക്കുന്നത്? കോൾ എടുത്ത്, എന്താ പുഷ്പേട്ട, എന്താ കാര്യം എന്ന് ചോദിക്കുക. ഞാൻ പിങ്കി മോളോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാന്ന് പറയാം. കാര്യം പറയാനോ? എന്ത് കാര്യം? ചിലപ്പോൾ പിങ്കി മോൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരിക്കും എന്ന് പറയാം. അതെ, കാര്യമൊക്കെ പറയാം, അതിനുമുമ്പ് ഒരു കാര്യമുണ്ട്, എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറയും. പൈസ എന്തിനാ പുഷ്പേട്ട? ഞാനിവിടെ ഹോസ്പിറ്റലാ, എനിക്ക് കുറച്ച് പൈസ വേണം, അത് തരാൻ പറ്റുമല്ലോ എന്ന് പറ, എന്നിട്ട് ഞാൻ ഈ കാര്യം പറയുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതിന് പിങ്കി പറഞ്ഞു, പുഷ്പേട്ടൻ ആദ്യം കാര്യം പറ, പൈസയുടെ കാര്യമല്ലേ, അതൊക്കെ സെറ്റ് ആക്കാന്ന് പറയാം. അത് പിന്നെ അവിടുത്തെ ഗൗതം സാർ ഉണ്ടല്ലോ, ഇന്ത്യ വരത്തിലെ ഗൗതം സാറിനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെന്ന് പറയാ. ഇത് കേട്ടതിന് പിങ്കി വെച്ചു, ഹോസ്പിറ്റലിൽ വെച്ചോ? അതെ, കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു പറയാ. പെണ്ണോ? അതെ, ഒരു പ്രഗ്നന്റ് ആയിട്ട് സ്ത്രീ അവര് സ്കാനിങ് റൂമിലേക്ക് കയറി പോകുന്ന കണ്ടേന്ന് പറയാ. ഇത് കേട്ട പിങ്കി പറഞ്ഞു, അല്ല പുഷ്പേണ്ണ ആള് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ആള് മാറിപ്പോനോ? എനിക്ക് ഇതുവരെയായിട്ടും ആള് മാറിപ്പോയിട്ടൊന്നുമല്ല, ഞാൻ വ്യക്തമായിട്ട് കണ്ട കാര്യങ്ങളാ ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ കണ്ടെന്ന് പറയാ. ഇത് കേട്ടതും പിങ്കിയിലൊരു സംശയം, ഇനിയിപ്പോൾ അഭിരാമി എങ്ങാനും ആണോ അത്, എന്താണെന്ന് അറിയത്തില്ല. ശരി ശരി, പുഷ്പേട്ട ഫോൺ വെച്ചോളാൻ പറയണം. ഫോൺ വെച്ച് കഴിഞ്ഞാൽ പിങ്കിക്കൊരു സംശയം, ഇത് നന്ദയോട് പറയണോ? പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നേ? നന്ദയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറഞ്ഞു നോക്കാം. അങ്ങനെ നമ്മൾ നന്ദയുടെ അടുത്തേക്ക് നേരെ ചെല്ലുവാണ്. ഈ സമയം നന്ദ ആ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു. അപ്പം നന്ദയുടെ അടുത്ത് ചെന്നിട്ട് പിങ്കി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയും. എന്താ പിങ്കി നിനക്ക് പറയാനുള്ളത്? പറയുന്ന കാര്യം കേട്ടിട്ട് നീ എടുത്തിയാടി ഒന്നും ചെയ്യില്ലെന്ന് പറയണം. അല്ല എന്ത് കാര്യം? അതെ, ഞാൻ ഗൗതമിനെ കുറിച്ച് ഒരു കാര്യം അറിഞ്ഞെന്ന് പറയും. ഗൗതം സാറിനെ കുറിച്ച്? അതെ, ഗൗതം ഹോസ്പിറ്റലുണ്ടെന്ന് പറയണം. ഹോസ്പിറ്റലിൽ എന്തിനു പോയതാ പോലും? അല്ല ഒഫീഷ്യലായിട്ട് എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്കാണോ? അതറിയത്തില്ല, കൂടെ ഒരു പെണ്ണും ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ. അവള് പ്രഗ്നന്റ് ആണ്, അവളെ ഡെലിവറിക്ക് അങ്ങോട്ട് കൊണ്ടുവന്നാണ് തോന്നുന്നതെന്ന് പറയാം. ഇത് കേട്ടൊന്ന് അന്തേലും ഒരു ഞെട്ടലുണ്ടായി. അഭിരാമിനെ കുറിച്ച് താൻ ചോദിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇനിയൊരു പക്ഷെ ആ അഭിരാമി ആയിരിക്കുമോ നന്ദാ അത്?
കണ്ടിന്ന് ചോദിക്കുക. ഇത് കേട്ട നന്ദ പറഞ്ഞു, അങ്ങനെ നന്ദയ്ക്ക് അവിടെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. നന്ദ പെട്ടെന്ന് പറഞ്ഞു, അന്ന് ഇന്ന് ഗോവിന്ദ് സാറിനെ വിളിച്ചിട്ടുള്ളൂ കാര്യം, ഞാൻ വിളിച്ചൊന്ന് ചോദിക്കട്ടെ എന്ന് പറയണേ. വേണ്ട വേണ്ട, ഇപ്പൊ വിളിച്ച് ചോദിക്കാനൊന്നും പോണ്ട, ഇനിയിപ്പോ ഇത് വലിയ പ്രശ്നമാകും, നേരിട്ട് കണ്ട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാര്യം ചെയ്യാം, ആ ഹോസ്പിറ്റൽ ഏതാണെന്ന് കണ്ടുവച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോയാലെന്ന് ചോദിക്കാം. പക്ഷേങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും അത് ഗോവിന്ദ് സാറിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഒരു കാര്യം ചെയ്യാം, ഗൗതം അറിയണ്ട നമ്മൾ ചെല്ലുന്ന കാര്യം, അറിഞ്ഞാലേ പ്രശ്നമുള്ളൂ, നമുക്ക് രണ്ടുപേർക്കും അവിടെ പോകാന്നൊക്കെ പറയാം. അപ്പൊ നന്ദയ്ക്കൊന്ന് ശരിയാ, അഭിരാമി ആരാന്ന് കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഒരു പക്ഷേ ആ തൻ്റെ ലൈഫിന് തന്നെ പ്രശ്നമാകുന്ന നന്ദയ്ക്ക് തോന്നി. അങ്ങനെ പിങ്കിയോട് ശരി നമുക്ക് പോകാന്നൊക്കെ പറയുന്നുണ്ട്. പിങ്കി പറഞ്ഞു, പക്ഷേ ഈ വീട്ടിൽ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങുമെന്ന് ചോദിക്കാം. എന്തെങ്കിലും കാരണം പറഞ്ഞ് നമുക്ക് ഇറങ്ങാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. ഈ സമയം അരുന്ധതി എന്ത് ചെയ്യണം, അരുന്ധതി ഒരു നെക്ലേസ് ഒക്കെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊരു നെക്ലേസ്, അതിന് പിങ്കിക്ക് കൊടുക്കാനാണോ നന്ദയ്ക്ക് കൊടുക്കാനാണോ, അതിന് അവാർഡ് ദാന ചടങ്ങിന് അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാനുള്ളതാണോന്ന് അറിയത്തില്ല. അതൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. അത് നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിഞ്ഞാൽ മാത്രം നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ, അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ. ഈ സമയത്ത് പിങ്കി അങ്ങോട്ട് കടന്നു ചെല്ലുന്നുണ്ട്. പിങ്കി ഇതൊക്കെ കണ്ടുകൊണ്ട് പിങ്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇത് ആർക്കെങ്കിലും സമ്മാനമായിട്ട് കൊടുക്കാനാണോ, അതോ ഇനിയിപ്പോൾ പിങ്കിക്കാണോ വേറെ എന്തെങ്കിലും ആവശ്യത്തിനാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അഭിരാമിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രണ്ടുപേരും കൂടെ കൂടിയിട്ട്. രണ്ടുപേരും കൂടെ അഭിരാമി ആരാ എന്താ അവളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ടാണ് പോകുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.